ഇന്നത്തെ ആലോചനയ്ക്കായി നമുക്ക് വേഗം അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ചാപ്റ്റർ 17 വേഴ്സ് 23. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ചാപ്റ്റർ 17 വേഴ്സ് 23. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ ആമേൻ, അജ്ഞാതദേവനെ എന്നെടുത്തുള്ള വേദിക്കണ്ടിരുന്നു. ആമേൻ. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ഈ ദേവൻ ആരാണ് എന്ന് ഇന്ന് ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഭാരതം നമ്മുടെ രാജ്യം, ഐ ലവ് മൈ കൺട്രി ഇന്ത്യ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻസ് ആർ ഗോഡ് ഫിയറിംഗ്. ഭാരതത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവഭക്തന്മാരാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു ദൈവത്തെ അവർ ആരാധിക്കുന്നുണ്ട്. ചിലർ പാമ്പിനെ ആരാധിക്കുന്നത്, ഞാൻ ഈയിടെ ഒരു കാറിൽ പോയപ്പം അതിൻ്റെ ഡ്രൈവർ പാമ്പിനെ ആരാധിക്കുന്നത്. ചിലർ പക്ഷികളെ ആരാധിക്കുന്നത്, ചിലർ മൃഗങ്ങളെ ആരാധിക്കുന്നത്, ചിലർ കാറ്റിനെ, ചിലർ തീയിനെ ആരാധിക്കുന്നവരുണ്ട്, പല നാച്ചുറൽ ഫോഴ്സസിനെ ആരാധിക്കുന്നുണ്ട്. ചിലർ യേശു എന്ന് പറഞ്ഞിട്ട് ഒരു താടിയും മുടിയുള്ള ഒരു മനുഷ്യനെ ആരാധിക്കുന്നവരുണ്ട്. യേശു ആരാന്ന് അവർക്ക് അറിയുകയില്ല, പക്ഷെ അവർ ആരാധിക്കുന്ന ഒരു ഫോട്ടോയെയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരു അജ്ഞാത ദേവനെ ആരോ ആണ് എന്ന് വ്യക്തമായി മനസ്സിലാകാതെ നിങ്ങളുടെ മനസ്സിൽ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഈ അജ്ഞാത ദേവനെ നിങ്ങൾ ആരാധിക്കുന്നു. ഇവൻ ആരാണ് എന്ന് ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. യു ആർ ആക്ച്വലി വർഷിപ്പിംഗ് എ അൺനോൺ ഗോഡ്. യു ഹാവ് സം ഐഡിയ അബൌട്ട് ഗോഡ്, ബട്ട് യു റിയലി ഡോണ്ട് നോ ഹൂ ഹി ഈസ്. അവൻ ആരാണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവൻ ആരാണ് എന്ന് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഏഥൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, പോൾ വെന്റ് ടു ഏഥൻസ് ആൻഡ് ഹി വെന്റ് ടു എ ടെമ്പിൾ. ഗ്രീക്സ് ആർ വെരി ഗോഡ് ഫിയറിംഗ്. യു നോ ഗ്രീക്കന്മാർ, യവനന്മാർ ഒത്തിരി ദൈവഭക്തന്മാരാണ്. അവർക്കുള്ളതുപോലെ ദൈവങ്ങൾ ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. അറ്റ്ലസ്, ഭൂമിയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ഹെർക്കുലീസ്, വലിയ ശക്തിയുള്ള ഒരു ദൈവം. അങ്ങനെ ഒത്തിരി ദൈവങ്ങൾ. എല്ലാ നാളിനും ഒരു ദൈവം, എല്ലാത്തിനും ഒരു ദൈവം, എല്ലാം ഡിഫറെൻറ്റ് ഫോട്ടോസാണ്. എന്നിട്ട് ഇത്രയും ഇന്ത്യക്കാർക്കുണ്ട് 33 കോടി ദൈവങ്ങൾ. ഇന്ത്യയിലും ഭാരതത്തിലും ഒത്തിരി ദൈവങ്ങളുണ്ട്. ഇത്രയേറെ ദൈവങ്ങളെ ആരാധിച്ച ശേഷം ഈ ഗ്രീക്കന്മാരുടെ ബുദ്ധി തോന്നി, ദേ തോട്ട്, ഇനി ഞങ്ങൾ പറയുന്നതൊന്നും ദൈവം അല്ലെങ്കിലോ, അതുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി വെച്ച് അജ്ഞാത ദേവൻ, ദി അൺനോൺ ഗോഡ്. അബദ്ധവശാൽ ഞങ്ങൾ തെറ്റിപ്പോയാൽ അതിനും ഒരു പൂജ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. ഇന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ സേവിക്കുന്ന ദൈവം ദൈവമാണോ? ഹല്ലേലൂയ. ആർ യു റിയലി serving the one and only true God? Do you really know whom you are serving? നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങൾ അറിയുന്നുവോ? അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിപ്പ് വ്യത്യാസം വരും. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധനയ്ക്ക് വ്യത്യാസം വരും. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി അല്ല ആരാധിക്കുന്നതാണോ? നമ്മളൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണോ നിൽക്കുന്നത്? അല്ല, നമ്മൾ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന് വേണ്ടിയിട്ടാണ്. We are here to worship the living God. Hallelujah. ദൈവം ശക്തമായി സംസാരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവം നമ്മളോട് ഓരോരുത്തരോടും ഇടപെടുന്ന നിമിഷങ്ങളാണ്. ഈ അഥൈനിയ പുരുഷന്മാർ വളരെ ദൈവഭക്തന്മാരായിരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് 23-ാം വാക്യം എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോ. 7 As I went through the city and looked carefully at the objects of your worship, I found among them to an unknown God. ഞാൻ ഇങ്ങനെ നടന്നു പോയി നോക്കിയപ്പോൾ അൺനോൺ ഗോഡ്, അജ്ഞാത ദേവൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ കണ്ടു. യെസ്, അടുത്ത വാക്യം. യെസ്, I am going to proclaim the God whom made the world. ഈ അജ്ഞാത ദൈവം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവം ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് വെൻ സെയിന്റ് പോൾ വെന്റ്, ഒരമ്പലത്തിൽ, ഗ്രീക്കന്മാർ ആരാധിക്കുന്ന ഒരു അമ്പലത്തിൽ നടക്കാൻ ഇയാൾക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ വലിയ പേടിയാണ്. ചില സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കയറി പിടിക്കുമെന്നൊക്കെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ശക്തിക്ക് നിന്നെ പിടിക്കാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിന് ഒരു ശക്തിക്കും പിടിക്കാൻ പറ്റുകയില്ല. നീ ഏത് സാഹചര്യത്തിൽ കൂടെ നടന്നു പോയാലും ദൈവം നിന്നെ കാക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും മറക്കരുത്. ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല. ക്ഷുദ്രവിദ്യ ദൈവത്തിന്റെ മക്കൾക്ക് ഫലിക്കുകയില്ല.
Wherever you walk, whatever place you go, no power can touch you because you are under the protection of the Heavenly Father. And this Paul, Saint Paul, was walking among these people in the worship place. And he did not criticize them. അവരെ കുറ്റം പറഞ്ഞോ? ഇല്ല. അവരുടെ ഭക്തിയെ കണ്ടിട്ട് സന്തോഷമേ തോന്നിയുള്ളൂ. ഇഫ് യു ഗോ ടു യൂറോപ്പ്, ഇന്ന് യൂറോപ്പിൽ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ 85% ആൾക്കാർ ആഗ്നോസ്റ്റാണ്, ദൈവവിശ്വാസികളല്ല, നിരീശ്വരന്മാരാണ്. അവർക്ക് ദൈവം ആരാന്ന് അറിയില്ല. അവരോട് ദൈവത്തെക്കുറിച്ച് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വരുന്നവർ ആനയെ കാണുന്നവരാണ്. അവർക്ക് കരടി എന്താണെന്നറിയാം, സിംഹം എന്താണെന്നറിയാം, പക്ഷെ ആനയെ അവർ കണ്ടിട്ടില്ല. ഏറ്റവും ആഗ്രഹം അവർക്ക് ആനയെ കാണണമെന്നുള്ളതാണ്. ഈവൻ ഡൽഹിയിൽ നിന്ന് വന്നാലും ചില ആൾക്കാർ, ഇന്ന് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു നീസ് വന്ന് പറഞ്ഞു, ഐ വോണ്ട് ടു സീ സം എലിഫൻസ് ടുഗെദർ. ആനയെ കാണണം. ആനയെ അവരങ്ങനെ സാധാരണ കണ്ടിട്ടില്ല. ആനയെ കാണാത്തൊരാൾക്ക് ആനയെ കാണാൻ വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ ഒരു പേപ്പർ എടുത്തേച്ച്, ആനയ്ക്ക് ഇങ്ങനെ ഒരു വലിയ തുമ്പിക്കൈയുണ്ട്, 2 വലിയ കൊമ്പുണ്ട്, ഇടയ്ക്ക് തുമ്പിക്കൈ ഇങ്ങനെ പൊക്കും, ഹും 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 എന്ന് പറയും, വലിയ 2 കാലുണ്ട്, 4 കാലുണ്ട്, ഒരു ചെറിയ വാലുണ്ട്, വലിയൊരു സാധനമാണ് ആന. ഈ വന്ന നീസ്, ഓ വളരെ സന്തോഷം, ഞാൻ ആനയെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോവാ എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? പുള്ളി ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുക, ട്രെയിൻ പിടിച്ചിവിടെ ഒറ്റ ദിവസം 24 മണിക്കൂർ എൻ്റെ കൂടെ താമസിച്ചുള്ളൂ. ആനക്കോട്ടെ പോകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ആനയെ കാണാൻ, ടു സീ എലിഫൻറ്റ്സ്. എലിഫന്റിനെ കാണാത്ത എത്ര പ്രാവശ്യം ഞാൻ പടം വരച്ചു കൊടുത്താലും എലിഫന്റ് ആകുമോ? ഞാൻ എലിഫന്റിന്റെ ശബ്ദവും നടത്തവും ഒക്കെ ഉണ്ടാക്കിയാലും എലിഫന്റിനെ കാണുമോ? പലരും ഇങ്ങനെ ദൈവത്തെ കണ്ടിരിക്കുന്നു. ഇവർ ദൈവത്തെ കണ്ടിട്ടില്ല, ആരോ പോയി ദൈവത്തെ കണ്ടിട്ടുണ്ട്. അവർ പറയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ഇവർ ആഹാ, ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നു, ആഹാ. They hear about God from lot of people. They have never seen God. മറ്റുള്ളവർ വരച്ചു വെക്കുന്ന ദൈവത്തിന്റെ അഭിപ്രായത്തിന്റെ പുറത്താണ് നീ ഇന്നും ജീവിക്കുന്നത്. ഹല്ലേലൂയ. നീ സേവിക്കുന്ന ദൈവത്തെ നീ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടോ? Have you seen the God whom you are worshipping? Hallelujah. Hallelujah. Do you know whom you are worshipping? നീ ആരാധിക്കുന്ന ദൈവം ആര് എന്ന് ഇന്ന് രാത്രി നിനക്കറിയാമോ? അറിയാൻ വയ്യെങ്കിൽ അറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കുമാറാകണമേ. ദൈവമേ, അങ്ങയുടെ ഒരു വലിയേറിയ ദർശനം എനിക്ക് തരുമാറാകണമേ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇനി ഈ ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് വരച്ചു വെക്കുവാൻ, കുറച്ചൊക്കെ എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. മലയാളത്തിൽ വായിച്ചോളൂ, 24 തൊട്ട്. ലോകവും ഈ കാണുന്ന ലോകം മുഴുവനും ഉണ്ടാക്കിയ ദൈവം. Who is God? God is the creator of the whole universe. Hallelujah. ലോകവും അതിനുള്ള സകലതും സൃഷ്ടിച്ചവനാണ് എൻ്റെ ദൈവം. ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു സാധനവും ദൈവമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. Don't ever worship something who cannot create all that is seen now. ഇന്ന് നീ കാണുന്ന ഈ സകലത്തെയും സൃഷ്ടിച്ചവനാണ് ദൈവമെങ്കിൽ അല്ലാത്ത ഒന്നിനെ നീ പോയി ആരാധിക്കരുത്. Praise the Lord. ലോകവും അതിലെ സകലത്തെയും സൃഷ്ടിച്ചവൻ. അടുത്ത വാക്യം, സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വസിക്കുന്നില്ല. God does not reside in the handmade temples and churches. ദൈവം മാനുഷികമായ നിർമ്മിതമായ ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പലരും എന്നോട് പിണങ്ങിയെന്ന് വരും. ഇന്ന് എല്ലാവർക്കും പള്ളികൾ വലിയതായിരിക്കണം. They want the church to be really big. ആ വലിയ പള്ളി പണിയുന്ന അത്രയും കാശുണ്ടെങ്കിൽ ആ പള്ളിയുടെ ഉള്ളിലുള്ള ഇടവകക്കാർക്ക് ശരിക്കും ജീവിക്കാനുള്ള പൈസയുണ്ട്. Praise the Lord. വലിയ വലിയ അമ്പലങ്ങൾ, വലിയ വലിയ ആരാധനാലയങ്ങൾ, സൈസാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ എഥേനിയ പുരുഷന്മാരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിതാവായ ദൈവം മാനുഷിക നിർമ്മിതമായ ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല. ഹല്ലേലൂയ. മാനുഷിക നിർമ്മിതമായ ദേവാലയങ്ങളിൽ എൻ്റെ ദൈവം വസിക്കുന്നില്ല. I am not talking about a God who lives in the temples and churches and mosques. I am talking about a God who lives in the heart of people. മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കിപ്പോൾ ഇങ്ങോട്ടൊരു ആനയെ കൊണ്ടുവരാൻ പറ്റുമോ? എന്താ, ആന ഇങ്ങോട്ട് കയറി വരില്ല, വരുമോ? അതിന് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ?
ഇല്ല. ഇവിടുത്തെ ഡോറും ഇവിടുത്തെ വരവും സ്റ്റെയർ കേസും ഒക്കെ മനുഷ്യർക്ക് മാത്രം കയറാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പം എറണാകുളം ബ്രിഡ്ജ് പൊളിക്കുകയാണ്. അതിനു മുമ്പ് 2 ചെറിയ ബ്രിഡ്ജ് പണിതു. ഇത് പണിതപ്പോൾ എനിക്ക് മനസ്സിലായില്ല ബസ്സും കാറും ഒക്കെ പോകുന്ന സാധനമാണ്. പക്ഷെ മിനിഞ്ഞാന്ന് നടുക്കത്തെ ക്ലോസ് ചെയ്തപ്പോഴാണ് കഷ്ടിച്ച് ഒരു ബസ്സിന് പോകാവുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. ജസ്റ്റ് വലിയ വണ്ടിയെ കയറിയാൽ പോകാൻ പറ്റില്ല. ആനയെ ഇങ്ങോട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അമ്പലങ്ങളിൽ ആനയെ കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് അവിടുത്തെ വാതിൽ പണിതിരിക്കുന്നത് അങ്ങനെയാണ്, ആനയ്ക്ക് കയറി പോകാവുന്ന പോലെയാണ്. സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ഈ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, ആകാശത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, സകല ഗോളങ്ങളെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുവാനോ, ഒരു സ്ഥലത്ത് സ്ഥാപിക്കുവാനോ, ഒരു സ്ഥലത്ത് കൊണ്ടാക്കുവാനോ, പ്രതിഷ്ഠിക്കുവാനോ ഒരു കാരണവശാലും സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെയാണോ നീ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന എസ്തറിനെ ഇങ്ങോട്ട് വിളിച്ച, എസ്തറെ ഇവിടെ ഈ കസാറയിൽ ഇരുന്നു, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഞാൻ 10 കിലോ ചോക്ലേറ്റും കുറെ നല്ല ഐസ്ക്രീമും ഡ്രസ്സ് മേടിക്കാൻ കുറച്ച് പൈസയും തരാൻ പോണ, ഇവിടുന്ന് എഴുന്നേക്കല്ലെന്ന് പറഞ്ഞാൽ ഇരിക്കുമോ? 24 മണിക്കൂർ ആ കൊച്ചിനെ ഇവിടെ ഇരുത്താൻ പറ്റില്ല. നമ്മുടെ സെവി കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. കൊച്ചോട് കാണാം, അമ്മയും മോനും ഓട്ടാണ്. അവരുടെ എനർജി, ചിൽഡ്രൻ ഹാവ് സോ മച്ച് ഓഫ് എനർജി, യു കാനോട്ട് മേക്ക് ദം സിറ്റ് ഇൻ വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് അവരെ ഇരുത്താൻ പറ്റില്ല. എന്തിനാ ചിൽഡ്രൻ, കൊച്ചു പിള്ളേരെ, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ള രാമകൃഷ്ണനെ നമുക്ക് അടുപ്പിച്ച് 1 മണിക്കൂർ ഇരുത്താൻ പറ്റില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യനെ, if you can't make a man sit 24 hours on a chair, how can you make God Almighty sit continuously for 365 days in one place? എങ്ങനെയാണ് സർവശക്തനെ ഒരു സ്ഥലത്ത് 365 ദിവസവും ഇരുത്താൻ പറ്റുന്നത്? ഒരു കാരണവശാലും സാധിക്കുകയില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയം തുറന്നൊരു സ്ഥലമാണ്, അതിന് അതിർത്തിയില്ല. There is no boundary for the heart of man, and that is why you can have God in your heart. സർവശക്തനെ നിന്റെ ഹൃദയത്തിൽ വെക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. Hallelujah. Your mind has got no boundary. You can think about America, you can think about India, you can think about your children, you can think about your patients. You have no boundary in your mind. Hallelujah. God is uncontainable. ഒരു സ്ഥലത്ത് ഒതുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ദൈവം. സർവശക്തനാണ്. ഒരു സ്ഥലത്ത് ഇരുത്താൻ പറ്റുന്ന ദൈവമല്ല എൻ്റെ ദൈവം. Hallelujah. ഈ ഒതുക്കാൻ നോക്കുന്നവരൊക്കെ ഇന്ന് മനസ്സിലായിക്കോണം, നിങ്ങൾ ഒതുക്കുന്ന ദൈവം നിങ്ങളുടെ കൈയുടെ സൃഷ്ടിയാണ്, നിങ്ങളുടെ സൃഷ്ടിതാവല്ല. ഹല്ലേലൂയ. നീ സൃഷ്ടിച്ച ദൈവത്തെ അല്ല ഇന്ന് നിനക്ക് ആവശ്യമായിരിക്കുന്നത്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തെയാണ്. പ്രശ്നങ്ങളിൽ നിന്നെ സഹായിക്കുന്ന ദൈവം വേണമോ? അത് സൃഷ്ടിതാവായിരിക്കണം. ഹല്ലേലൂയ. ദൈവം മനുഷ്യ നിർമ്മിതമായ ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല, മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Who is God? ആരാണ് ദൈവം? നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? സകലത്തിന്റെയും സൃഷ്ടിതാവ്, സകല നന്മയുടെയും ഉറവിടമായവൻ, അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അവനാണ് എൻ്റെ ദൈവം. അവൻ നിങ്ങളുടെയും ദൈവമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. തുടർന്ന് വായിച്ചോ, മലയാളത്തിൽ വായിച്ചോ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകിയാൽ അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ചില ദൈവങ്ങൾക്ക് മാനുഷിക കൈകളാൽ ശുശ്രൂഷ വളരെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മെ ശുശ്രൂഷിക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. He does not need any service from man's hand. അടുത്ത വാക്യം, ഭൂതലത്തിൽ എങ്ങും കൂടിയിരിപ്പാൻ God created the big nation from one man. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഇന്ന് വരെ 2013 വരെ ശ്വസിക്കാനുള്ള ഓക്സിജൻ അന്നേ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. You know, God made system in such a manner that there will be no lack of oxygen. As a doctor, I buy medical oxygen. വലിയ കാശ് കൊടുത്താണ് ഞാൻ മെഡിക്കൽ ഓക്സിജൻ മേടിക്കുന്നത്. അത് കുറ്റികൾ ആവശ്യമാണ് ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ ഞെട്ടുന്നത് ഇതിൻ്റെ വില എന്താണ്. വെറുതെ മൂക്കിങ്ങനെ വലിച്ചെടുത്തോണ്ടിരിക്കുമ്പം
നമ്മൾ വലിക്കുന്ന ഈ ഓക്സിജൻ ഇത്രയും വിലയുണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല. When it's packed in a cylinder, it is very expensive. And God, my creator, knew how long this supply needed. അതുകൊണ്ട് ദൈവം ചെടികൾക്ക് ഫോട്ടോസിന്തസിസ് ഒക്കെ കൊടുത്ത് സൂര്യപ്രകാശം വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ഓക്സിജൻ ആക്കി വർഷങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യന്റെ എല്ലാ സന്തതികൾക്കും ശ്വസിക്കുവാൻ ദൈവം ഓക്സിജനെ ഉണ്ടാക്കി. Hallelujah. God is a wonderful God. God created water. വെള്ളമുണ്ടാക്കി കുടിക്കാൻ. 2 ദിവസം വെള്ളമില്ലാതെ പോവോ? വെള്ളം കൂടി മുട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ കാര്യം പോവും. അതുകൊണ്ട് എന്താണ്, ഇന്നിപ്പം ബോട്ടിൽ വെള്ളം കിട്ടും. പണ്ട് 5 രൂപയായിരുന്നു, പിന്നെ 10 രൂപയായി, ഇപ്പൊ 15 രൂപ കണ്ടാണ് അല്ലേ? ഒരു കുപ്പി വെള്ളത്തിന് 15 രൂപയാണ്. ഇത് ദൈവം സൃഷ്ടിച്ചപ്പോൾ 5 പൈസ വിലയില്ലാതെ സൃഷ്ടിച്ചത്. Hallelujah. God created water free and to keep it pure. അതിനെ നല്ലവണ്ണം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കി. മഴ വഴി ഇവാപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്ത് മേളിൽ കൊണ്ടുപോയി തിരിച്ച് നല്ല വെള്ളം. എത്ര അഴുക്ക് വെള്ളം ഉണ്ടെങ്കിലും മോനെ നിനക്ക് കുടിക്കാൻ നീ ജനിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ നല്ല വെള്ള സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Who is your God? നിന്റെ ദൈവം ആരാണ്? നീ സേവിക്കുന്ന ദൈവം ആരാണ്? നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിനക്ക് വലിക്കാനുള്ള ഓക്സിജനും നിനക്ക് കുടിക്കാനുള്ള വെള്ളവും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. എന്നിട്ടാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നീ കിടന്ന് പിടയ്ക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലയോ മനുഷ്യ, നിനക്ക് ജീവൻ കൊടുക്കുവാനോ എടുക്കുവാനോ അറിയാതിരിക്കുമ്പോൾ ജീവന്റെ ഉറവിടമായ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ ഇന്ന് നിനക്ക് ഭാഗ്യം ദൈവം തരുമാറാകട്ടെ. You cannot give life. You cannot take life. Come to the one who can give you life. നിനക്ക് ജീവൻ തരുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് ദൈവത്തെ കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. That's my excitement. Hallelujah. 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 തുടർന്ന് വായിച്ചേ. He decided boundaries for where they should live. ചില മനുഷ്യർ ആഫ്രിക്കയിൽ താമസിക്കണമെന്നും അവർക്കൊരു പ്രത്യേക നിറവും പ്രത്യേക രൂപവും ദൈവം കൊടുത്തു. അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് സൂര്യപ്രകാശം അടിച്ച് ക്യാൻസർ വരാതിരിക്കാൻ കളർ കൂട്ടിക്കൊടുത്തു. മെലനിൻ പിഗ്മെന്റ്സ്. God put all men in different places and people near the equator he made them darker because they will not be damaged by the powerful sun rays, and they kept them there. God kept some other people towards China. He gave them different color, different taste. God kept some other people in Europe and America who are different color, different taste, different life, because they are meant to be there. അങ്ങനെ ബൗണ്ടറി വെച്ച് ദൈവം മനുഷ്യനെ അവിടെ ഇവിടെയും ആക്കി വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേരളത്തിൽ ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Trees have no way of mobility. മരങ്ങൾക്ക് മൂവ് ചെയ്യാൻ അവസരമില്ല. പക്ഷെ മനുഷ്യന് പറ്റും. ഇവിടുന്ന് അമേരിക്കയ്ക്കും കാനഡയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിപ്പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ താമസിക്കാൻ വെച്ചിരിക്കുന്നവൻ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. Praise the Lord. Hallelujah. 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 God has ordained you to be in a place. ഒരു സ്ഥലത്തായിരിക്കുവാൻ ദൈവം നിനക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. പോകണ്ടെന്നല്ല, ഇവിടെ വേണേലും പൊക്കോളൂ. ഞാനും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പല സ്ഥലത്തും പോകുന്നുണ്ട്. പക്ഷെ ദൈവമാണ് ഇതിന് അതിർത്തി വെച്ചിരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തൊരു വലിയ മർമ്മമാണ്. God, what a great mystery that God kept boundaries for it. Hallelujah. ഇനി വേഗം വായിച്ച അടുത്ത വാക്യം. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമെന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. Why God created you? Why God gave you all these things? That you may seek him. അവനെ അന്വേഷിക്കേണ്ടതിന്. ദൈവത്തെ അന്വേഷിച്ച് കടന്നു വന്നിരിക്കുന്ന ജനമേ, ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതുവരെയും ദൈവത്തെ അറിയാതെ ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. നീ യാദൃശ്ചികമായിട്ടല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, യാദൃശ്ചികമായിട്ടല്ല നീ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. God is speaking to you, brother. God is speaking to you, sister. I know, because he loves you, he cares for you, he created you, he kept you in a place where you are right now.
എനിക്ക് നീ ഇരിക്കുന്ന മുറി അറിയില്ലെങ്കിലും നീ ഇരിക്കുന്ന കസേര കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ദൈവം ജീവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലവും അറിയുന്നവൻ, സകലത്തെ നിയന്ത്രിക്കുന്നവൻ, സർവശക്തൻ ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് ഈ ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാം. നമുക്ക് തുടർന്ന് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-9 വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 8 and 9. ആരാണ് ഈ ദൈവം? എന്താണ് ഈ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം? ഗലേഷ്യൻസ് 4, 8 and 9. നീ യേശുവിനെ അറിയുന്നതിന് മുമ്പ്, നീ വചനം കേൾക്കുന്നതിന് മുമ്പ്, ഇന്നത്തെ ദിവസം ഈ സംഭവം നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് മുമ്പ് നീ ദൈവത്തെ അറിയാഞ്ഞവനായിരുന്നു, ദൈവത്തെ വേണ്ടാഞ്ഞവനായിരുന്നു, ദൈവത്തെ ഇല്ലാഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Many of us, before we got married in India, they rarely know their wife, who is going to be their wife or husband. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യ ആരാ ഭർത്താവ് ആരാന്ന് ആരും അറിഞ്ഞിരുന്നില്ല. കല്യാണം കഴിച്ച ശേഷം അവർ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. സൃഷ്ടിച്ചവനായ ദൈവത്തെ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിന്റെ അപകടം ഒന്ന് ഓർത്തു നോക്കി. തിങ്ക് ഓഫ് എ സ്റ്റേറ്റ് വേർ യു ആർ റണ്ണിങ് വിത്തൗട്ട് നോയിങ് ഗാഡ്. ഇന്ന് ദൈവത്തെ കൊണ്ട് കാശുണ്ടാക്കുന്ന ഒത്തിരി സ്ഥലമുണ്ട്. ഗോഡ് ഹസ് ബിക്കം ദ ബിഗർ ഓബ്ജക്റ്റ് ഓഫ് ബിസിനസ്. ഹല്ലേലൂയ. അതിന് അതേ കേന്ദ്രീകരിച്ച് 1-2 പടങ്ങളും ചിത്രങ്ങളും സിനിമയും ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ദൈവത്തിന്റെ പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേരിൽ കാശുണ്ടാക്കുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇരുമ്പും സ്വർണവും വെള്ളിയും സൃഷ്ടിച്ചു. പക്ഷെ അതിന് വില കൽപ്പിച്ചില്ല. മനുഷ്യനാണ് സ്വർണത്തിന് വില കൂടുതലും ഇരുമ്പിന് വില കുറവും കൽപ്പിച്ചത്. ദൈവം എല്ലാം ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനു മുമ്പ് നീ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് നീ ദൈവത്തെ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഹൃദയത്തിൽ സമാധാനം കിട്ടുവാൻ വേണ്ടി മാത്രമല്ല നീ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്നെ നടത്തുന്നവനായ ദൈവം, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം, നിനക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്നവനായ ദൈവം, നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചവനായ ദൈവം, നിന്റെ പിശാചിന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തവനായ ദൈവം. ഇത്രയും നാളും സാത്താൻ നിന്നെ ഞെക്കി പിഴിഞ്ഞ് കുടിച്ചോണ്ടിരിക്കുമായിരുന്നു നിന്റെ രക്തം. ഇത്രയും നാളും നീ സാത്താന്റെ അടിമയായിരുന്നു. ഇന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. Till now you are under the bondage of sin and sickness and Satan. God wants to redeem you. Hallelujah. തുടർന്ന് വായിക്കാം. ഈ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞ് വിശേഷാൽ ദൈവം നിങ്ങളെയും അറിഞ്ഞിരിക്കുന്നു. You may know God, that God may know you. എനിക്ക് സച്ചിൻ തെണ്ടുൽക്കർ ആരാന്ന് അറിയാം. ഐ നോ ഹു ഇസ് സച്ചിൻ തെണ്ടുൽക്കർ. ബട്ട് യു ഗോ ആൻഡ് ആസ്ക് ഡോക്ടർ കോവൂരിനെ അറിയാമോ? സച്ചിൻ പറയാൻ എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ക്വീനിനെ അറിയാം, ഇംഗ്ലണ്ടിലെ ക്വീനിനെ അറിയാം. ഡയാനെ അറിയാമായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത്. പക്ഷെ ഡയാനോട് പോയി ചോദിച്ചേ ഡോക്ടർ കോവൂരിനെ അറിയാമോ? ഡയാന പറയും പ്രിൻസ് ചാൾസിനെ എനിക്കറിയാമായിരുന്നു, ഒരു ഡൂഡി ഡോഡി എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു, അയാളെ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഈ ജോർജ് കോവൂറിനെ അറിയില്ല. പലർക്കും ദൈവത്തെ അറിയാം, പക്ഷെ ദൈവം നിങ്ങളെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം. യു മേ നോ ഗോഡ്. പല പ്രാവശ്യം നീ ദൈവവചനം കേട്ടിട്ടുണ്ട്, ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, ദൈവം നിന്നെ അറിയുന്നുണ്ടോ? Does God know you? ദൈവം നിന്നെ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. വ്യക്തമായി വചനം പറയുന്നു, ദൈവം നിന്നെ അറിയണം. ഹല്ലേലൂയ. ദൈവം എന്നെ അറിയുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പോകുന്ന ഓരോ വഴികളും, ഞാൻ ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും, ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കുകളും, എൻ്റെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും എൻ്റെ ദൈവം നല്ലവണ്ണം അറിയുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും കേരളത്തിലോട്ട് വരണമെങ്കിൽ ആദ്യം അറിയിക്കുന്നത് അച്യുതാനന്ദനെയാണോ? ഉമ്മൻചാണ്ടിയാണ്. അല്ല, പിണറായി അല്ലല്ലോ. ആ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെയാണ് അവർ ആദ്യം അറിയിക്കുന്നത്.
സ്വർഗത്തിലെ തമ്പുരാനും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കളോടാണ് ആദ്യം വിവരം പറയുന്നത്. തൃശ്ശൂർ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവത്തിന്റെ മക്കളെയാണ് ആദ്യം അറിയിക്കുന്നത്. സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോയപ്പോൾ ഗോഡ് ഇൻഫോംഡ് എബ്രഹാം. ദൈവ പുരുഷനെയാണ് വിവരം അറിയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനേക വെളിപാടുകൾ തരുവാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അന്ത്യകാലമാണ്. ഈ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവം തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയിൽ എന്ത് നടക്കാൻ പോകുന്നു, നിന്റെ ജീവിതത്തിൽ എന്ത് നടക്കാൻ പോകുന്നു, ദൈവശക്തി വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ഓ ഹല്ലേലൂയ. എത്ര പേര് ദൈവ ദർശനത്തിനായി കാത്തിരിക്കും? എത്ര പേര് ദൈവം നിന്നോട് സംസാരിക്കുവാൻ, നിന്നെ അറിയുവാൻ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? ദൈവത്തെ അറിയുന്നത് പോലെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ആ ഇതെല്ലാം കഴിഞ്ഞ ശേഷവും നിങ്ങൾ ആദ്യ പാഠങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ടിയായിട്ടുള്ള കാര്യം ഒന്നും പഠിപ്പിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. യു ജസ്റ്റ് സ്റ്റിൽ വാണ്ട് ടു ഹാവ് ദ ബേസിക്സ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരാണെന്നൊക്കെ ഉള്ളത് ആദ്യ പാഠമാണ്. ഇപ്പൊ അതിനെക്കാട്ടിലും ഒത്തിരി വലിയ സംഭവങ്ങൾ പഠിക്കേണ്ട സമയമായി. ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്കൊരു വിഷയം നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23, 24, 25. റോമൻസ് 1:23-24-25. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ ചെയ്ത വലിയൊരു തെറ്റാണ്. The biggest mistake man made all through ages. ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ ഇന്ന് വരെ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ തിന്മയെക്കുറിച്ചാണ് ഞാൻ ഈ നിമിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. There is no bigger mistake. ഇതിനെക്കാട്ടിലും വലിയൊരു തിന്മയില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. ഇംഗ്ലീഷ് ഉള്ളവർ ആരെങ്കിലും ഇംഗ്ലീഷ് വായിച്ചേ. Claiming to be wise, എല്ലാം അറിയാമെന്ന് ചിന്തിച്ച് they became fools and they exchanged the glory of the immortal God. God is immortal. ദൈവം അക്ഷയനാണ്. God is immortal. ദൈവത്തിന് മരണമില്ല. ദൈവം ആദ്യവും അന്ത്യവുമാണ്. ആൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് ദി എൻഡ്. He is immortal. ദൈവത്തിന് ജനനമോ മരണമോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അക്ഷയനായ ദൈവത്തെ images of resembling of mortal human beings, സാധാരണ മനുഷ്യനെ പോലെ അവരാക്കി, ആ രൂപമാക്കി. അടുത്ത വാക്യം. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ഇഴജാതികളുടെയും എല്ലാ മൃഗങ്ങളുടെയും രൂപത്തിലേക്ക് താത്തി. The image of the great glorious God. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടാത്തത്. ഹല്ലേലൂയ. നീ ഒരു 10 ദിവസം ഒരു അൽസേഷൻ പട്ടിയെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം നീ കുരയ്ക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 10 ദിവസം അടുപ്പിച്ച് ആരാധിക്കാൻ നീ അൽസേഷൻ പട്ടിയാണ് ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം നീ കുരയ്ക്കാൻ തുടങ്ങും. നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ എല്ലാ സ്വഭാവവും നിനക്ക് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ചൊറിയുന്ന ജന്തുവിനെയാണ് ആരാധിക്കുന്നെങ്കിൽ നീ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മന്ദബുദ്ധിയായ മൃഗത്തെയാണ് നീ ആരാധിക്കുന്നെങ്കിൽ നീയും മന്ദബുദ്ധിയായി തീരും. If you are worshipping a slow-minded animal as your God, you will become a slow-minded human being. Your God is a powerful God. സകല ജ്ഞാനിയായിരിക്കുന്ന ദൈവമാണ്. നീ ജ്ഞാനിയായി തീരും. When you worship a God who is almighty, when you worship a God who is all knowledgeable, you will also become one like him. നീ അറിയാതെ നിന്റെ ആരാധന പുരുഷനെ പോലെ ആയി തീരും. ഹല്ലേലൂയ. അതിന് സംശയം ഉണ്ടെങ്കിൽ പണ്ട് മൈക്കിൾ ജാക്സൺ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ ആരാധിച്ചവരൊക്കെ അയാളെ പോലെ നടന്നതൊക്കെ. തലമുടിയൊക്കെ അതുപോലെ വെച്ചിട്ട് അതേപോലെയായിരുന്നു. ബീറ്റിൽസ് ഉണ്ടായിരുന്നപ്പോൾ ബീറ്റിൽസിനെ പോലെ ആയിരുന്നു അവർ നടന്നത്. ഓരോ ഗ്രൂപ്പ്, ഓരോ മനുഷ്യനെ ആരാധിക്കുന്നവർ അതുപോലെയാണ്.
ഒരു ഇംഗ്ലീഷിലൊരു ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു, അയാളുടെ തലമുടി ഇങ്ങനെയായിരുന്നു. വാട്ട് വാസ് ദ നെയിം ഓഫ് ദാറ്റ് ഫെലോ? Beckham. Lot of people were worshipping him. They became like Beckham. നിനക്ക് ബെക്കാം ആകണോ, സച്ചിൻ ആകണോ, സർവശക്തനെ ആരാധിച്ച് സർവശക്തനെ പോലെ ആകണമെന്ന് നീ ഇന്ന് തീരുമാനിക്കുക. ലോകത്തിലെ ഒരു മനുഷ്യനല്ല നിന്റെ റോൾ മോഡൽ. ലോകത്തിലെ ഒരു വ്യക്തി അല്ല നീ ആരാധിക്കുന്നത്. ലോകത്തിന്റെ സൃഷ്ടികളെ അല്ല നീ ആരാധിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെയാണ്. Don't copy what another person is doing. സ്വർഗരാജ്യത്തിൽ സിറോക്സ് മെഷീൻ ഇല്ല, കോപ്പി അടിക്കുന്ന പരിപാടി ഇല്ല. ദൈവം എല്ലാവരെയും ഒറിജിനലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെ കണ്ണിന്റെ കൃഷ്ണമണിയും എല്ലാവരുടെ കയ്യിലെ വെച്ചിരിക്കുന്ന വരകളും എല്ലാവരുടെയും ഷേപ്പും വ്യത്യാസമായിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരൊറ്റ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാതെ ഇത്രയും വർഷം മനോഹരമായി മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ വലിയ അച്ഛനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Beauty of the creator who knows how to create without any duplication. Hallelujah. അവർ വലിയ ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ച് സാധാരണ മൃഗങ്ങളെയും സാധാരണ മനുഷ്യരെയും സാധാരണ വ്യക്തികളെയും ആരാധിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവം അവരെ മതി. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു. God gave them up. God gave them up. It talks that God gave them up to homosexuality. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഇപ്പം ലോകത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. That is genetic. That comes automatically. So you don't have to worry, just leave him alone. Now we have even priests who are homosexuals. And church is recognizing it. When Bible very clearly says that is not right. അത് ശരിയല്ല എന്ന് വചനം വ്യക്തമായി പറയുമ്പോൾ അത് ശരിയാണെന്ന് ശബ്ദിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. എലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും അങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നാളെ ഞാൻ പോപ്പുലർ ആകും. എനിക്ക് പോപ്പുലാരിറ്റി വേണ്ട, വളരെ കുറച്ച് പേര് അത്യാവശ്യമുള്ള ഒരു ആരാധനയ്ക്ക് വന്നാൽ മതി. Those who want to know the truth, they must come here on Sundays. സൺഡേ 5:30 ഇവിടെ വരുന്നവർ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. Hallelujah. Hallelujah. God does not, he is not a popular God. ഇപ്പൊ അച്ഛനമ്മമാര് അവർ പോപ്പുലർ ആണോ? മക്കളുടെ ഇടയിൽ പോപ്പുലർ ആണോ? Parenting is not a popularity game. Hallelujah. It's a tough thing. അച്ഛനും അമ്മയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു സംഭവമല്ല. ദൈവം നിന്റെ പോപ്പുലാരിറ്റി നോക്കുന്നില്ല, അവൻ പ്രമാണമാണ് പറയുന്നത്. Hallelujah. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവിടെ ദൈവം 10 കൽപ്പന കൊടുത്തപ്പോൾ ഒന്നാമത്തെ കൽപ്പന ശ്രദ്ധിച്ച് കേട്ടോണം. ഇതെല്ലാ ബൈബിളുകളിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ന് പള്ളികൾ നിറച്ച് വിഗ്രഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിച്ചോ. 20-ാം അധ്യായം. ഞാനാകുന്നു നിന്റെ ദൈവം, നിന്നെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ദൈവം. യെസ്, അടിമത്തത്തിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കിയ ദൈവം. ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. യെസ്, അടുത്ത വാക്യം. ഒരു കാരണവശാലും എന്റെ പേരിൽ നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുള്ള വിഗ്രഹത്തെയാണ്? മീതെ സ്വർഗത്തിലുള്ള മാലാഖമാരുടെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. താഴെ ഭൂമിയിൽ സാധാരണ മനുഷ്യന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, മൃഗങ്ങളുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, നാൽക്കാലികളുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, പറവജാതികളുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. അടുത്ത വാക്യം. ഭൂമിക്ക് കീഴെ വെള്ളത്തിൽ മത്സ്യങ്ങളുടെയും അങ്ങനെയുള്ള വേറെ ജന്തുക്കളുടെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. യാതൊന്നിന്റെയും പ്രതിമയെ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. തൊട്ട് വന്നിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ചെല്ലു പറയുന്നത് ഞങ്ങൾ യേശുവിനെ മാത്രം ആരാധിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയി ഇങ്ങനെ ഒന്ന് തൊടുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ആരാധന കർത്താവാണ്, യേശുവാണ്. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് പോയി ഇതിനെയൊക്കെ ഒന്ന് തൊടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഐസ് കട്ട പോലിരിക്കുന്ന സിമെന്റ് ഉള്ള കോൺക്രീറ്റ് കൺസ്ട്രക്ഷനെ ഉണ്ടാക്കി വെച്ച് നീ ഒരു 10,000 പ്രാവശ്യം തൊട്ടാലും അത് നിന്നെ തിരിച്ചു തൊടില്ല. ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നീ നോക്കിക്കഴിയുമ്പോൾ അവൻ നിന്നെ തൊടുന്ന ദൈവമാണ്. യേശുവിനെ തൊട്ട രക്തസ്രവമുള്ള സ്ത്രീയെ ദൈവത്തിന്റെ ശക്തി അവന്റെ വസ്ത്രത്തിൽ കൂടെ പോയപ്പോൾ അവൻ പറഞ്ഞു, എന്നെ തൊട്ടു. ദൈവത്തെ തൊട്ടാൽ അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. When you touch God, he knows. Hallelujah. And the power flows. And the power flows.
നീ ദൈവത്തെ തൊട്ടാൽ നിന്നിലേക്ക് ശക്തി ഒഴുകും. ഒരു ഇലക്ട്രിസിറ്റി കമ്പിയെ തൊട്ടേച്ച് ഷോക്ക് അടിക്കരുതെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? സർവശക്തനെ തൊട്ടേച്ച് ശക്തി കിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? ശക്തിക്കായിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. എവ്രിബഡി വാണ്ട്സ് പവർ. They want to do magic, healing, everything, but no power. പാട്ട് പാടാൻ പോലും ഒരു ആത്മീയ ശക്തി വരുന്നില്ല. വരണമെന്നുണ്ടെങ്കിൽ സർവശക്തനെ കാണണം, സർവശക്തനെ തൊടണം. ഞാൻ തിന്നാൻ നിങ്ങളുടെ വയറിനറിയുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ആരാന്ന് മനസ്സിലാകുമോ? By me eating food, will you feel happy? No, you will still be hungry. പിന്നെയും നിങ്ങൾ തളർന്ന് ദാഹിച്ച് ക്ഷീണിച്ചിരിക്കും. നിങ്ങൾ തന്നെ കാണണം. You must see it yourself. ദൈവം ആര് നിങ്ങൾ കാണണം. ദൈവശബ്ദം കേൾക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവികമായ സ്പർശനം അനുഭവിപ്പാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം എനിക്ക് വീണ്ടും വായിക്കാൻ ആഗ്രഹമുണ്ട്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് പോർഷൻ. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിച്ചില്ല. ഇത് വേറൊരു ഗ്രൂപ്പാണ്. ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ടീമുണ്ടോ? ദൈവത്തെ അറിഞ്ഞ ശേഷം ദൈവത്തെ ഓർക്കാത്തവര്, ദൈവത്തെ മഹത്വീകരിക്കാത്തവര്. There is another group. ചില ആൾക്കാർക്ക് ദൈവം ആരാണ്? Some people don't know who is God. Some people who know God but still not glorify him. അറിഞ്ഞ ശേഷം. ഇംഗ്ലീഷ് വായിച്ചേ, വേഴ്സ് 21. They knew God. They did not honor him as God. They did not glorify him as God. I don't know whether you really glorify and honor God. നീ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ ശേഷം അവനെ മാനിക്കുന്നുണ്ടോ? നീ ദൈവത്തെ അറിഞ്ഞ ശേഷം അവനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നീ ദൈവത്തെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അവന് കൊടുക്കേണ്ട മഹത്വത്തെ കൊടുക്കാതെ, അവന് കൊടുക്കുന്ന മഹത്വത്തെ കൊടുക്കാതെയാണ് നിന്റെ ജീവിതം ഓടുന്നെങ്കിൽ നീ അറിഞ്ഞതിന്റെ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിപാട് കിട്ടിയ ജനമേ, ദൈവത്തിന്റെ വെളിപാട് പല പ്രാവശ്യം ഉണ്ടായ സഹോദര, ഇന്നും ഈ ദൈവത്തെ നീ സ്വീകരിക്കാതെ മറുതലിച്ചോടുന്ന ഓട്ടം ഈ നിമിഷം നിർത്തുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. You have had revelation of God many times. Many times God has spoken to you, but you are still rejecting him. Hallelujah. അറിഞ്ഞിട്ടും വേണ്ടാതെ വെക്കുന്ന ചില ആൾക്കാർ. Praise the Lord. Hallelujah. Hallelujah. പിള്ളേർക്കറിയാം ചീര തിന്നാൻ നല്ലതാണ്, പക്ഷെ അവർക്ക് ചീര തിന്നാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അമേരിക്കക്കാരൻ സ്പിന്നച്ച് തിന്നുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കി ഒരു കാർട്ടൂൺ ഉണ്ടാക്കി. സ്പിന്നച്ച്, ചീര വളരെ നല്ലതാണ്, പക്ഷെ പിള്ളേർ തിന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു കാർട്ടൂൺ. അയാളുടെ പേരെന്താ? പോപ്പോയ്. പോപ്പോയ് ചീര തിന്നാൻ തുടങ്ങിയപ്പം എവരിബഡി സ്റ്റാർട്ടഡ് ആറ്റ് ഈറ്റിംഗ് സ്പിന്നച്ച്. പ്രൈസ് ദി ലോർഡ്. ചീര തിന്നാൻ ഉണ്ടാക്കിയ ഒരു ട്രിക്കാണ് പോപ്പോയ് ചീര തിന്നുക. അല്ല, ചീര എത്ര ഉണ്ടാക്കിയാലും പിള്ളേർ തിന്നില്ല. വെണ്ടയ്ക്ക നല്ലതാണ്, അതിൻ്റെ പിളിപിളിപ്പിളാന്നുള്ളത് വേണ്ട. അപ്പം പിള്ളേർക്കത് വേണ്ട. ആവശ്യമില്ലാത്ത മധുരവും ചോക്ലേറ്റും ഒക്കെ തിന്നുകൊണ്ട് നടക്കും. പരീക്ഷയുടെ തലേദിവസം 2 ചോക്ലേറ്റ് തിന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ഡെയിലി തിന്നേച്ച് കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് തിന്നുന്നത് നല്ലതാണ്. അതിനകത്തുള്ള ചോക്ലേറ്റ് വളരെ നല്ല ഉത്സാഹം കൊടുക്കും, മെമ്മറി കൊടുക്കും, ഒത്തിരി നല്ലതാണ്. പക്ഷെ ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ പല്ലും പോവും, എല്ലും പോവും, എല്ലാം പോവും. പ്രൈസ് ദി ലോർഡ്. ഡെയിലി തിന്നേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നീ തിന്നേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന് തിന്നേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഞാനത് ഈയിടെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം 2 വർഷത്തിന് ശേഷം അവിടെ ചെന്നപ്പം അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം തിന്നുന്നതെന്ന് ഒരു അച്ഛനാണ് എന്നോട് പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച. ഞാൻ ചോദിച്ചു, അച്ഛൻ അതെങ്ങനെയാന്ന്? ഞാൻ പറഞ്ഞു, വെരി സിമ്പിൾ വേ ഓഫ് ഈറ്റിംഗ്. എവിടാണേലും നിങ്ങൾ കേട്ടോ, യു മസ്റ്റ് ബൈ ദ ചീപ്പസ്റ്റ് വെജിറ്റബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലുള്ള ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറിയെ മേടിക്കാവൂ. അതാണ് ദൈവം ആ വർഷം ആ സമയത്ത് തിന്നാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. മാർക്കറ്റിൽ ഏത് ഫ്രൂട്ടാണോ ചീപ്പായിട്ടുള്ളത്, ബൈ ദ ചീപ്പസ്റ്റ് ഫ്രൂട്ട്, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഈറ്റ്. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് തണ്ണിമത്തയ്ക്ക് വില കുറയുന്നത്. അതുകൊണ്ടാണ് ഡിസംബറിൽ ഓറഞ്ചിന് വില കുറയുന്നത്. ഡിസംബറിൽ തണുപ്പുണ്ട്, കോൾഡ് ഉണ്ടാകാം, വൈറ്റമിൻ സി വേണമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഓറഞ്ച് ഫ്രീ ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതേസമയം സമ്മറിൽ ഓറഞ്ചിന്റെ ആവശ്യമില്ല, വെള്ളത്തിന്റെ ആവശ്യമാണ്. തണ്ണിമത്തങ്ങ ഇഷ്ടം പോലെയുണ്ട്.
മാർക്കറ്റിൽ ചെന്നാൽ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ആദ്യം ചോദിക്കുന്ന ഏതാണ് ഏറ്റവും വില കുറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും പിശുക്കനായതുകൊണ്ടല്ല, അതാണ് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ദൈവം എത്ര നല്ല ദൈവമാണെന്ന് അറിയാമോ? പച്ചവെള്ളവും ഓക്സിജനും ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കാലാവസ്ഥയ്ക്കും വേണ്ടി ആവശ്യമുള്ള പച്ചക്കറി സൗജന്യമായിട്ട് വളരെ വില കുറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതങ്ങ് കഴിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ചിലർക്ക് തക്കാളി കൂടുതൽ ഇഷ്ടമാണ്. ഐ ലവ് ടൊമാറ്റോസ് ബിക്കോസ് ടൊമാറ്റോ വിൽ ഫിറ്റ് ഫോർ മൈ ബോഡി. പക്ഷെ കോവൂര് ടൊമാറ്റോ തിന്നുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ടൊമാറ്റോ തിന്നാൽ ചിലപ്പോൾ കിഡ്നിയിൽ കല്ലുണ്ടാവും. അത് കുഴപ്പമില്ല, തിന്നോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തക്കാളി തിന്നാൻ ദൈവം നിനക്കൊരു ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ തക്കാളി തിന്നോളൂ, ഒരു കുഴപ്പമില്ല. നിന്റെ ശരീരത്തിന് ആവശ്യമായുള്ളൊരു സംഗതി ദൈവം നിനക്ക് തന്നെ മനസ്സിലാക്കി തരും. അത് തിന്നാൽ ഒരു കുഴപ്പമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അഭിഷക്തനായ ദൈവമക്കൾക്ക് അഭിഷേകം ദൈവം കൊടുത്തിരിക്കുന്നത്. ആ അഭിഷേകം അവരെ നടത്തും. എന്താ തിന്നേണ്ടത്, എന്താ സംസാരിക്കേണ്ടത്, എവിടാ പോകേണ്ടത്, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിന്റെ മേലുള്ള അഭിഷേകം നിന്നെ വഴി നടത്തുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. മക്കളെ ഏത് സ്കൂളിൽ വിടണമെന്ന് നീ പിന്നെ ഓടി നടന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല, ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വിഷമിക്കുന്ന ആ വിഷയത്തിന്റെ പുറത്താണെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരും. ഏത് പെണ്ണിനെ കെട്ടണ്ടെന്ന് നീ അറിയേണ്ട കാര്യമില്ല. God will show you the right partner in the right time. You don't have to worry because God has created one for you. അപ്പനും അല്ല അമ്മയും അല്ല നിനക്ക് പെണ്ണിനെ കണ്ടുപിടിച്ചു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ സകല ആവശ്യങ്ങളും അവൻ നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് മുമ്പോട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5, 6, 7 വാക്യം. 1 Corinthians chapter 8 verse 5, 6, 7. 1 Corinthians chapter 8. ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരുടെ പേരുള്ളവർ ഉണ്ടെന്നിരിക്കും. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇഷ്ടം പോലെ ദൈവം എന്ന് പേരുള്ള ഒത്തിരി പേരുണ്ട്. ഇന്ന് ആൾ ദൈവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര ആൾ ദൈവങ്ങളെ കണ്ടിട്ടില്ല. ദൈവം എന്ന് പേരുള്ള ഒത്തിരി പേര് ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെങ്കിലും പിതാവായ ദൈവം ഏകനാണ്. സൃഷ്ടിതാവായ ദൈവം, ഹെവൻലി ഫാദർ. There's only one father. There is no duplicate father. പിതാവായ ദൈവം ഏകന. അടുത്ത വാക്യം. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. ഇന്ന് എൻ്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ഞാനൊരു കൺവെൻഷൻ ഇത് ചോദിച്ചപ്പോൾ പകുതി പേര്, ഇത് വായിപ്പിക്കാതെ ഞാൻ ചോദിച്ചത്, പകുതി പേര് പറഞ്ഞു മക്കൾക്ക് വേണ്ടിയാ ഡോക്ടറെ എന്ന്. കൺവെൻഷനിൽ കഴിഞ്ഞ മാസം ഉണ്ടായതാണ്. പ്രൈസ് ദി ലോർഡ്. ഹു ആർ യു ലിവിങ് ഫോർ? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ചിലർ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, ചിലർക്ക് ഭാര്യയ്ക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, ചിലർ ജോലിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, ചിലർ അവരുടേതായ സ്വന്തം പേരും പെരുമയും ഒന്ന് കാണിക്കാൻ ഞാൻ 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 എന്നും പറഞ്ഞാ ജീവിക്കുന്നു. നീ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? Hallelujah. Who are you living for? This is a major question I want you to answer today. നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ദൈവവചനം വ്യക്തമായി പറയുന്നു, നീ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയാണ്. Hallelujah. I studied in CMC Ludhiana for my MBBS and MS, and that great institution was founded by a simple lady, a doctor called Dame Edith Brown, a lady who started the first ladies medical college. It was all girls medical college. CMC Ludhiana started as a gynae institution called Brown Hospital, gynecologist, many 100 years ago. Then became an all girls institution, medical college. That is a place where I studied. And this great lady with vision came from New Zealand. And you know what she said? അവരുടെ കിടക്കയുടെ മേളിൽ എഴുതി വെച്ചിരുന്ന വാക്യം എന്താണെന്നറിയാമോ? My work is for a king. ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു രാജാവിന് വേണ്ടിയിട്ടാണ്. സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടല്ല, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവളെ സൃഷ്ടിച്ച രാജാവിന് വേണ്ടിയിട്ട്. How many of you are living for your God, the King, immortal, who created you? പലരും ജീവിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്വന്തം പേരിന് വേണ്ടിയിട്ടാണ്, സ്വന്തം മഹിമയ്ക്ക് വേണ്ടിയിട്ടാണ്, കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. നിന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പാർട്ടി നിന്നെ നാളെ താഴെയിടുമെന്ന് സഹോദര മനസ്സിലാക്കിക്കോണം.
ഞാനിവിടെ I go and visit prisons here in Thrissur, and the maximum number of prisoners are political prisoners. I'm so upset, so worried. And you know what they tell me? Doctor, when you go, please tell my leader I am stuck here for the last 3 years. കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് എൻ്റെ നേതാവിനോടൊന്ന് പറയണേ. അവിടെ കയറിയ പിന്നെ നേതാവ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവനെ കാണുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. അവനെ അവിടെ തള്ളിയപ്പോ പിന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലെങ്കിലും അവനെ കാണുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. ഞാനിവിടെ സ്നേഹാലയം എന്ന് പറയുന്ന ആന്റണി നടത്തുന്ന ഒരു ആലയത്തിൽ പോയി, ഒരു വൃദ്ധസദനത്തിൽ, ആർക്കും വേണ്ടാത്ത 10,000 പേര് അവിടെ ഉണ്ട്. അവിടെ ചെന്ന് one day when I went there, I saw a 35-year-old lady full of holes. ബോഡി നിറച്ച് വലിയ വലിയ കുഴികളാണ്, അത് നിറച്ച് വേംസ് ആണ്, ജീവനുള്ള പുഴുക്കളാണ്. ഈ മനുഷ്യനും അവിടെ ഇരുന്ന് മുഴുവൻ പറക്കി കളയുകയാണ്. 4 ദിവസം മുമ്പേ അവിടെ കൊണ്ടുവന്ന് ഇട്ടേച്ച് പോയതാണ്. ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കുറേ നേതാക്കന്മാരും കുറേ സ്നേഹിതരും കുറേ നാട്ടുകാരും കൊണ്ടുവന്ന് അവിടെ ഇട്ടേച്ച് പോയി. ഞാൻ ചോദിച്ചു, സഹോദര പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അവിടെ ആക്കിയ ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സഹോദരി 2 ആഴ്ച ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ ആ സഹോദരിക്ക് 2 ആഴ്ച കൊടുക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മാക്സിമം കൊടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ചിലപ്പോൾ ആരുമില്ലാതെ പുഴുവരിച്ച് ചാക്കിനകത്ത് നിന്നെ കൊണ്ടുവന്നൊരു സ്ഥലത്ത് തള്ളിക്കളയും. പക്ഷെ ആ അവസ്ഥയിൽ നിന്നെ കാണുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സൃഷ്ടിതാവ് നിന്നെ മറക്കുകയില്ല. നിനക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ ദൈവം നിന്നെ മറക്കുകയില്ല. നീ ഏത് സ്ഥലത്താണേലും, നീ സമുദ്രത്തിന്റെ അടിത്തട്ടിലാണേലും, നീ തിമിംഗലത്തിന്റെ വയറ്റിലാണേലും, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥാനത്ത് കൊണ്ട് നിന്റെ കരച്ചിലും നിന്റെ നിലവിളിയും കേൾക്കുന്ന എൻ്റെ സ്വർഗമുണ്ട്. ആ ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I am speaking about the one and true living God. ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് വായിക്കാം. വായിച്ചു, വേഗം വായിച്ചോളൂ. 8-ാം അധ്യായം. ഉണ്ട്. അവൻ മുഖാന്തരം സകലതും നാമമാകുന്നു. അവന് വേണ്ടി അല്ലയോ നാം ജീവിക്കുന്നത്. അടുത്ത വാക്യം. എല്ലാവർക്കും ഈ അറിവില്ല. ഇന്ന് വരെ വിഗ്രഹത്തെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർ അതിനെങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ പയ്യനായിരുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹോബി ഈ വട്ട് കളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതുണ്ടോയെന്നറിയാം. മാർബിൾ. ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും കളിക്കാറില്ല. ഒരു കുഴി കുഴിക്കും, അതിനകത്ത് വട്ട് വെച്ച്. അപ്പോൾ എൻ്റെ പോക്കറ്റ് സ്പെഷ്യൽ, ഞാൻ സോഡ കമ്പനി പോയി, അന്നുണ്ടാക്കുന്ന ചിൽ എന്ന് പറഞ്ഞ് പൊട്ടിക്കുന്ന കമ്പനിയുണ്ട്, അവിടെ പോയി കറുത്ത കട്ടിയുള്ള വലിയ കല്ല് മേടിച്ചിട്ടുണ്ട്. ഒരിക്കലും പൊട്ടാത്ത, ഒറ്റ അടിക്ക് 4 എണ്ണത്തിനെ പൊട്ടിക്കുന്നത്. അത് മേടിച്ച് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതും കൊണ്ടേ നടക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കണ്ട വാ നമുക്ക് ഇരിക്കാം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കളിക്കും, മരത്തിൻ്റെ മൂട്ടി ഇരുന്നിട്ട്. ഇപ്പം ഞാൻ ആലോചിക്കുക, ഈ വട്ട് കളിച്ചാണോ ഞാൻ നടന്നേന്ന്? സോഡ വട്ട് കളിച്ചാണോ നടന്നേന്ന്? അന്ന് എനിക്ക് ആ ബോധം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒളിമ്പിക് ഗെയിംസ് കളിക്കുന്ന പോലെയാണ്. 10 പേർക്ക് അറിയപ്പെടാത്തതിൻ്റെ കുഴപ്പമുള്ളായിരുന്നു എൻ്റെ കളി. അന്നത്തെ എൻ്റെ വേറൊരു വലിയ കളിയായിരുന്നു കുടുകുടു. എനിക്കിപ്പോഴും അതിൻ്റെ പാട്ടുകൾ പലതും അറിയാം. ഒറ്റ ശ്വാസം കൊണ്ടുപോയി 10 എണ്ണത്തിനെ പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന പരിപാടി. കബഡി. പക്ഷെ അതിപ്പോൾ ഇന്റർനാഷണൽ ഗെയിം ആയിട്ടുണ്ട്. അന്ന് എൻ്റെ വീടിൻ്റെ ബാക്കിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യന് ഒരു മോട്ടോർ റേസ് കാർ അവൻ്റെ അപ്പൻ ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ വട്ട് കളിക്കാൻ പോവോ? പിന്നെ അവൻ കബഡി കളിക്കാൻ പോവോ? ദൈവം നിന്നെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഇത്രയും അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും മനോഹരമായ തിരുവചനങ്ങളെ തന്നേച്ച് സകല നന്മയും ലോകത്തിനും ഭൂമിക്കും അധികാരങ്ങളെല്ലാം നിന്റെ കയ്യിൽ തന്നേച്ച് പിന്നെ നീ വട്ട് കളിക്കാൻ പോവും? അല്ലയോ സഹോദര, നിന്റെ വട്ടുകളി നിർത്തേണ്ട സമയമായി. നിനക്ക് വേണ്ടി ദൈവം ഒത്തിരി വലുത് കരുതി വെച്ചിട്ടുണ്ട്. ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവേണ്ട നിമിഷമായി കഴിഞ്ഞു. ഇന്നും ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി, ഇന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഇന്നും പണത്തിന് വേണ്ടി, പണം സമ്പാദിക്കുവാൻ വേണ്ടി, ഇന്നും മക്കൾക്ക് വേണ്ടി നീ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, നിന്റെ രക്ഷിതാവിന് വേണ്ടി ജീവിപ്പാൻ, നിന്റെ സൃഷ്ടിതാവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. നമുക്ക് വീണ്ടും മുമ്പോട്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1, 2, 3 വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 1, 2, 3.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-2-3 വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് there was word, word was with God and word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. അതാണ് യേശു. The word become flesh, living among men is Jesus. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വചനം, ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ശബ്ദം മറിയയിൽ ഉണ്ടായപ്പോൾ, ഗർഭം ധരിച്ചപ്പോൾ, രൂപമായി വെളിപ്പെട്ടപ്പോൾ അത് യേശുവാണ്. ഹല്ലേലൂയ. In the beginning there was the word and word was with God and word was God. സകലതും അവൻ മുഖാന്തരം ഉളവായി, ഒന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും, അത് ജഡമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. അത് വായിച്ചോ. വചനം ജഡമായി ഉണ്ടായി. ആ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. There is power in that word. ആ വചനത്തിൽ ജീവനുണ്ട്, ഈ വചനത്തിൽ ജീവനുണ്ട്. ഞാൻ സംസാരിക്കുന്ന എല്ലാ വചനത്തിലും ജീവനുണ്ട്. അതുകൊണ്ടാണ് നീ കേൾക്കുന്ന സ്ഥലത്ത് നിന്റെ ഉള്ളിൽ കുത്തുകൊള്ളുന്നത്. അതുകൊണ്ടാണ് നിനക്ക് രൂപാന്തരത്തിനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ ഹൃദയം തുറക്കുന്നത്. ഇത് മാറ്റമില്ലാത്ത സത്യവചനമായതുകൊണ്ടാണ്, സകലത്തെയും സൃഷ്ടിച്ച വചനമായതുകൊണ്ടാണ്. അത് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്ധന് കണ്ണുകൊടുത്ത വചനം, കേൾവിയില്ലാത്തവന് കേൾവി കൊടുത്ത വചനം. യെഫ്ത തുറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ചെകിടിനെ തുറക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് നിന്റെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥകളെ ദൈവം തുറക്കുമാറാകട്ടെ. This word is powerful. It can open things. It can create things. It can change things. It can transform things. The powerful word of God is working. ഈ സത്യവചനം പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് വായിച്ചാട്ടെ. Yeah. Light shines in the darkness and darkness did not overcome it. ഈ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുൾ അതിനെ കീഴടക്കിയില്ല. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, പ്രകാശമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചങ്ങളാകുന്നു. ഒരു കാരണവശാലും ഇരുളിൽ നമ്മളെ കീഴടക്കുവാൻ സാധിക്കുകയില്ല. Satan cannot defeat us. Darkness cannot remove us. Because we are light. 2 Thessalonians chapter 2 verse 4. Here I want to speak few minutes. 5 മിനിറ്റ് ഞാൻ വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്തൊരു പ്രസംഗമാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. 4 വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. വേഗം വായിച്ചോളൂ. 4 ഉടനെ ഒറ്റയടിക്ക് ഞാൻ വായിക്കും. 2:4. 2 Thessalonians 2:4. അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആന്റി ക്രൈസ്റ്റ്, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കും. അന്തിക്രിസ്തു വെളിപ്പെടുവാൻ സമയമായി. ഇറ്റ് ഈസ് ടൈം ഫോർ ദി ആന്റി ക്രൈസ്റ്റ് ടു കം. ദാറ്റ് ഈസ് വൈ ഐ ആം സ്പീക്കിംഗ്. ഹി വിൽ ബി ഇൻ ദ ടെമ്പിൾ. അവൻ ദേവാലയത്തിലായിരിക്കും, ദൈവമെന്ന് നടിക്കും, ദൈവത്തെക്കാളിലും വലുതാണെന്ന് കാണിക്കും. ആ, പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന വ്യക്തിയായി തീരും. എതിരാളി അത്രേ. There is going to be an antichrist who will come and place himself in the temple and above all things that are God or named as godly things. അതാണ് ആന്റിക്രൈസ്റ്റ്. ഇനിയും ആ ആത്മാവിനെ കുറിച്ച് 4-5 കാര്യം about the last day spirit. 1 തിമോത്തിയോസ് 4:1. 1 തിമോത്തിയോസ് 4:1. Yeah. അന്ത്യകാലത്തെ ചിലര് അവരുടെ വിശ്വാസത്തെ ത്യജിച്ച ശേഷം, മലയാളത്തിൽ വായിച്ചോ, ഭാവി കാലത്ത് വ്യാജാത്മാക്കൾ, സെഡ്യൂസിംഗ് സ്പിരിറ്റ്, വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശം, the doctrines of the evil one, of the devil, teachings of the devil. Be careful what teaching you are listening. ഇന്ന് ലോകത്തിൽ ഭൂതങ്ങളുടെ ഉപദേശങ്ങളുണ്ട്, വചന വിരുദ്ധമായിട്ടുണ്ട്. Seducing spirits. Be very careful. There are a lot of seducing spirit. Very easy way to understand is that അവർ സ്നേഹം 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 എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. Music with meaning. That was a group when we were teenagers.
seducing spirits, lot of God men who have no control on themselves, who do everything. They seduce people. വ്യാജാത്മാക്കൾ, seducing spirit, ഭൂതങ്ങളുടെ ഉപദേശം ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്ന ഭോഷ്ക് പറയുന്ന കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി മാറി. there is going to be a great number of people who are going to forsake their faith by going after these gospels. Let me take one more portion. 1 യോഹന്നാൻ 2:18. 1 John chapter 2 verse 18. 1 യോഹന്നാൻ 2:18. 1 John chapter 2 verse 18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യു ഹാവ് ഹേർഡ് അബൌട്ട് ആന്റി ക്രൈസ്റ്റ്. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഇന്ന് അനേകർ എതിർ ക്രിസ്തുവിന്റെ പേരിൽ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുമെന്ന് നമുക്കറിയാം. you must know that it is the last days. Now if you check the Google, if you search on the net, you will find hundreds of people who claim themselves to be Christ in the world. I don't want to name anyone. ആരുടെയും പേരെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം മഹാകള്ളന്മാരാണ്. They have big churches, big organization, big parties, big prayers, but none of them are Christ. യേശു ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എൻ്റെ യേശു മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു ഇന്ന് പറയുന്ന അന്ത്യക്രിസ്തുകളെല്ലാം ആന്റി ക്രൈസ്റ്റ് ആണ്. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒത്തിരി പഠിപ്പിക്കാനുണ്ട്. പക്ഷെ ഞാൻ സാധാരണ ഭൂതത്തെക്കുറിച്ചും അന്തിക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാറില്ല. പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഞാൻ ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഇതിനിടയ്ക്കൊന്ന് രൂപം തന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളനാണയങ്ങളെ നിങ്ങൾക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു നോ ദ ട്രൂ ഗോഡ്, യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ ഡെവിൾ. സോ ലേൺ മോർ അബൌട്ട് ഗോഡ് ആൻഡ് ലെസ് അബൌട്ട് ഡെവിൾ. Hallelujah. So let me tell you a few more tips about God that you must know. നിങ്ങൾ അറിയേണ്ട അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. ഏറ്റവും പ്രധാന ഒരു വാക്യമാണ് 1 തിമോത്തിയോസ് 1:17. About the God you must know. നിങ്ങളുടെ ദൈവം ആര് എന്ന് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വേറൊരു വാക്യം വായിച്ചോളൂ. 1 തിമോത്തിയോസ് 1:17. ഫസ്റ്റ്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനും ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനം. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനം. The King immortal, eternal, invisible. Who is God? The King eternal, immortal, invisible. These are the three natures of the real God. Immortal, invisible, eternal. ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഇത്. ശ്രദ്ധിച്ചു കേട്ടോണം. Who is God? God is a king, eternal, immortal, and invisible. There is no visible God. If you have to see God, you can see only through Christ. യേശുവിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതെൻ്റെ അവസാന വാക്യമാണ്. അതിലേക്ക് ഞാൻ കടന്നു വരുന്നതായിരിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യം. എഫേസ്യർ 2:12, 2 കൊരിന്ത്യർ 4:4, 5, 6 വാക്യങ്ങൾ. യെസ്. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാത്തവരും ദൈവരാജ്യത്തിന്റെ പൗരന്മാരും ആയിരുന്നില്ല. ഔട്ട് ഓഫ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇന്ന് നിങ്ങൾ ദൈവത്തെ അറിയുന്നു. യു ആർ വിത്തൗട്ട് ക്രൈസ്റ്റ്, നൗ യു ആർ വിത്ത് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ 4:4, 5, 6 വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തു. ശ്രദ്ധിച്ച് കേൾക്കണേ. ലിസൺ കെയർഫുള്ളി. ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രതിരൂപമായി ആരേ ഉള്ളൂ? ക്രിസ്തു. ദൈവപ്രതിമയായ ക്രിസ്തു തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്നു. The Satan, the evil one, the Lord of this world, has blinded the eyes of the unfaithful so that they may not understand Christ, who is the image of God. Hallelujah. ദൈവം ആരെന്ന് മനസ്സിലാക്കാതെ, യേശു ആരെന്ന് അറിയാതെ അവരുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി പിശാച് നിന്റെ കണ്ണിനെ കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ തുറക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇത് ലോകത്തിന്റെ ജ്ഞാനത്താൽ സാധിക്കുകയില്ല. 1 Corinthians 1:21. ഇത് ലോകത്തിന്റെ ജ്ഞാനത്താൽ സാധിക്കുകയില്ല.
ദൈവം വെളിപ്പെടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വാട്ട് യു നീഡ് ഈസ് നോട്ട് ഇൻഫർമേഷൻ, വാട്ട് യു നീഡ് ഈസ് റെവലേഷൻ. നിനക്ക് ആവശ്യമായിരിക്കുന്ന അറിവല്ല, വെളിപ്പാടാണ്. നോട്ട് ഇൻഫർമേഷൻ ബട്ട് റെവലേഷൻ. പലരും ഓടുന്ന അറിവിന് വേണ്ടിയിട്ടാണ്. മോസ്റ്റ് ഓഫ് യു ആർ റണ്ണിങ് അറൗണ്ട് ഫോർ information. They want to know more and more and more about everything, but they don't have revelation. In spiritual life, what you need is revelation. ലോകത്തിന്റെ ജ്ഞാനത്താൽ നീ അതിനെ കണ്ടുപിടിക്കുന്നില്ല. 1 കൊരിന്ത്യർ 1:21 എഴുതിയിട്ടുണ്ട്. Yeah. The world through its wisdom did not know God. ലോകം അതിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ദോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നെ പോലുള്ള മണ്ടന്മാര് പ്രസംഗിക്കുന്ന ദോഷത്തത്വാൽ ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ കൃപ തോന്നിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസംഗത്തിന്റെ ദോഷത്താൽ. ചില പ്രസംഗിക്കാത്തതിന്റെ കാര്യം അവർക്ക് പറയാനൊന്നും അറിയാൻ വയ്യെന്നാ. നീ പറയാനൊന്നും അറിയണ്ട, അറിയാവുന്നത് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നിനക്ക് അറിയാവുന്ന എത്രയും പറഞ്ഞു കഴിയുമ്പോൾ ജീവിതങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ പോവുകയാണ്. ഒന്നും അറിയാത്ത മണ്ടന്മാർ ഇപ്പൊ ഗോഡ് പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞ് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ബുക്കുകളാണ് ഇന്ന് ലോകത്തിൽ. ഗോഡ് പാർട്ടിക്കിൾ. ലൈഫിന്റെ മൂല്യം എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് ഏറ്റവും കോടികളുടെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാതെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. We know where it began. It began from God. ജീവന്റെ ഉറവിടമായ ദൈവത്തിങ്കിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്. ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അവിടേക്കാണ് പോകുന്നത്. In neurosurgery they found out something called God points. അത് സൈക്കാട്രിസ്റ്റുമാരുടെ ഇടയിലും ബിഹേവിയറൽ സയന്റിസ്റ്റിന്റെ ഇടയിലും വലിയൊരു കൺഫ്യൂഷനാണ്. They have found out an area of brain which is in the temporal lobe which is very strong in people who pray and believe. ദൈവഭക്തിയുള്ളവരുടെ ഇടയിൽ വളരെ വലുതായി കാണുന്ന ഒരു ഭാഗം ഗോഡ് പോയിന്റ്സ്. ഇനി അവർ ചിന്തിക്കുന്നത് ഭക്തി അത് വന്നു കഴിഞ്ഞുണ്ടായതാണോ അതോ ഭക്തി ഉള്ളത് കൊണ്ടാണോ വന്നത്, കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നെന്നുള്ള പോലെയാണ്. അതിപ്പോഴും തീരുമാനമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കാര്യം അറിയാം, ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. എനിക്കൊരു കാര്യം അറിയാം, ദൈവം നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം തന്നു. എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് നീ ഇവിടെ ഇരിക്കുന്നത് ദൈവം നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. I know you are tuning into this particular passage because God wants to speak to you. If you are willing to speak, listen to him. He has more to tell you. നീ കേൾക്കാൻ സമ്മതമുണ്ടെങ്കിൽ ദൈവത്തിന് ഒത്തിരി വലിയ കാര്യങ്ങൾ നിന്നോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ, ഇന്നത്തെ സന്ദേശം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1, 2, 3 വാക്യം. John chapter 17 verse 1, 2, 3. വേഗം വായിക്കണേ. John chapter 3 verse 1 to 3. After Jesus said this, Yes. he looked toward heaven and prayed, Yes. Father, the time has come. Yes. Glorify your Son, Yes. that your Son may glorify you. Ah. For you granted the authority over all people, Yes. that he might give eternal life to all those who have given him. Yes. Now this is eternal life, that they may know you. Eternal life is knowing God. ദൈവം ആര് എന്നറിയുന്നതാണ് നിത്യജീവൻ. ഇറ്റേണൽ ലൈഫ് ഈസ് നോയിങ് ഗോഡ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്? അജ്ഞാത ദേവൻ ആര് എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആര് എന്ന് പറയുന്നത് നിങ്ങളുടെ നിത്യജീവൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇഫ് യു വോണ്ട് ടു ലിവ് ഇറ്റേണലി, ഹല്ലേലൂയ, മരണം നിന്നെ തകർക്കാതെ, പാതാളം നിന്നെ ബന്ധിക്കാതെ നിത്യതയിലേക്ക് കടക്കുവാൻ, നിത്യജീവന്റെ പങ്കാളിയായി തീരുവാൻ നീ ആഗ്രഹിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞേ പറ്റുകയുള്ളൂ. നോളജ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. യേശുവിനെ അറിയുമ്പോഴാണ് നീ ദൈവത്തെ വെളിപ്പെട്ട് കാണുന്നത്. ഹല്ലേലൂയ. നിന്റെ അറിവില്ലായ്മയുടെ കാലത്തെ ദൈവം ക്ഷമിച്ചു തന്നിരിക്കുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 17 വേഴ്സ് 30. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുകയാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 17 വേഴ്സ് 30. ഇത്രയും നാളും നീ അറിയാതെ ഓടി. ടുഡേ യു ഹാവ് ഹേർഡ്. ഇനി നീ കേട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, നീ അറിഞ്ഞു കഴിഞ്ഞു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. God is declaring that everywhere and everyone should be born again. നീ മാനസാന്തരപ്പെടണം.
നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. Unless and until you are born again, you will never enter the kingdom of God. Let me say once again, unless and until you are not born again, you will never enter the kingdom of God. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുകയില്ല. ദൈവത്തെ അറിഞ്ഞവൻ വീണ്ടും ജനിക്കും. ദൈവത്തെ ശബ്ദം കേട്ടവൻ വീണ്ടും ജനിക്കും. നീ ഏത് മതസ്ഥനാണെങ്കിലും, നീ ഏത് ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിലും, ഏക സത്യ ദൈവത്തെ അറിയുവാനും ദൈവപുത്രനായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും വീണ്ടും ജനനത്തിന്റെ പങ്കാളിയായി തീരുവാനും ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സങ്കീർത്തനം 50:21 വായിച്ചാൽ മതി, ഞാൻ എടുക്കുന്നില്ല. നീ ഇതൊക്കെ കാണിച്ചേച്ച് ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് ഞാൻ ഇതൊന്നും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ വിചാരം ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന്. Psalms 50:21. I want to read the other verse. 2 Thessalonians 2:7. 2 Thessalonians 2:7. വേഗം വായിച്ചോ. അത് സങ്കീർത്തനം 50:21. ഞാൻ ഇതെല്ലാം ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൽ അധർമ്മത്തിന്റെ മർമ്മം the mystery of iniquity is at work now. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. Do you realize that the world is under the mystery of iniquity? അധർമ്മത്തിന്റെ മർമ്മത്തിന്റെ കീഴിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. എവിടെ നോക്കിയാലും അധർമ്മം, കറപ്ഷൻ, ഈവിൾ. For the mystery of lawlessness is already at work. കൽപ്പന ലംഘനം ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും മനുഷ്യന് ഇന്ന് താല്പര്യമുള്ളൂ. സിനിമ എടുത്താൽ നോക്കിയോ, കൽപ്പന ലംഘനം. എവിടെയും റേപ്പ്, എവിടെയും കൊലപാതകം, എവിടെയും മോഷണം, എവിടെയും പിടിച്ചുപറി, എവിടെയും സ്നേഹമില്ലായ്മ, എവിടെയും കൈക്കൂലി, എവിടെയും സ്വാർത്ഥത വർദ്ധിച്ചു വരികയാണ്. ലോലെസ്നെസ്, അത് പിശാചിന്റെ പരിപാടിയാണ്. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ഈസ് വർക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ വേൾഡ്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് അധർമ്മത്തിന്റെ മർമ്മമാണ്. ഞാൻ ധർമ്മത്തിന്റെ മർമ്മമാണ് സംസാരിക്കുന്നത്. I am speaking about the mystery of divinity. The mystery of divinity you need to know today is what I am speaking, not about the mystery of iniquity. അധർമ്മത്തിന്റെ മർമ്മത്തെ അല്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, ധർമ്മത്തിന്റെ മർമ്മത്തെയാണ് നിന്നോട് സംസാരിക്കുന്നത്. ദൈവം ആരാന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിന്റെ കണ്ണുകളെ ഈ നിമിഷം തന്നെ തുറക്കുമാറാകട്ടെ. ലോകം മുഴുവൻ അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ, പിടിച്ചുപറി, തോന്നിവാസം, കറപ്ഷനെതിരായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഭയങ്കരമായ രീതിയിൽ ശബ്ദം കൊണ്ടുവരികയാണ്. ബട്ട് ലോലെസ്നെസ്, എത്ര നിയമങ്ങൾ ഉണ്ടാക്കിയാലും നിനക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിശാചിന്റെ പ്രവർത്തനം വർദ്ധിച്ചു വരികയാണ്. എങ്ങനെ സാധിക്കും? ദൈവത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അധർമ്മത്തെ തകർക്കുവാൻ ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ അധർമ്മം ഇല്ലാതെയായി തീരും. ഹല്ലേലൂയ. ഇന്ന് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളും നിന്റെ ജീവിതത്തിൽ മാറണമെങ്കിൽ ഏക സത്യ ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനിയും ഒരു കാര്യം പറയട്ടെ. 1 കൊരിന്ത്യർ 3:16-17. ദിസ് ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യനിർമ്മിതമായ ദേവാലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല, പക്ഷെ ദൈവം വസിക്കുന്നത് ഈ ശരീരത്തിലാണ്. 1 കൊരിന്ത്യർ 3:16-17. 6:9 വീട്ടിൽ പോയി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? You are the temple of God and the Spirit of God is living in you. How many of you know this great revelation? എത്ര പേര് ഇത് അറിയുന്നു? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ വസിക്കുന്നെന്ന് എത്ര പേർക്ക് അറിയാം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ഈ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം ഇല്ലെങ്കിൽ, ഒഴിഞ്ഞു കിടക്കുന്ന പാത്രമാണെങ്കിൽ, വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുവാൻ പോവുകയാണ്. യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ്. യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അവസാനമായി 2 വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 1:3. 1 യോഹന്നാൻ. Yeah. Yes.
ജീസസ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദ ഇമേജ് ഓഫ് ഗാഡ്. ദൈവപുത്രൻ ദൈവത്തിന്റെ റെപ്ലിക്ക ആണെന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ വായിച്ചോ. എബ്രായർ 1:3. അവൻ അവന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ആകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദ ഇമേജ് ഓഫ് ഗാഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ കാണാൻ ഏക മാർഗം യേശുവിലൂടെയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. ജീസസ് ഈസ് ദി വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഇന്ന് കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. അവസാനമായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. John 14:6. John 14:6. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, ഡോക്ടർ കോവൂർ, യു ആർ എ ന്യൂറോളജിസ്റ്റ്, how you can in a secular pluralistic world say that Jesus is the only way. സകല ധർമ്മത്തെയും സ്വീകരിക്കുന്ന ഈ വലിയ വിശാല മനസ്സുള്ള ഈ ലോകത്തിൽ പഠിത്തവും അറിവും കഴിവുമുള്ള ഒരു ന്യൂറോസനായ താങ്കൾക്ക് യേശു മാത്രമാണ് വഴി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം എനിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉടനെ തന്നു. എന്താണ് ഉത്തരം ഞാൻ പറഞ്ഞതെന്നറിയാമോ? ഇത് കോവൂരല്ല പറഞ്ഞത്, യേശുവാ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ദിസ്, ജീസസ് സെഡ് ഇറ്റ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ലോകത്തിൽ കോവൂരോ വേറൊരു മനുഷ്യനോ അല്ല പറഞ്ഞത്, എന്റെ യേശുവാണ് പറഞ്ഞത്. അവൻ തന്നെയാണ് വഴിയെന്ന്, അവൻ തന്നെയാണ് സത്യമെന്ന്, അവൻ തന്നെയാണ് ജീവനെന്ന്. അവൻ പറഞ്ഞ സമയത്ത് ഒരു മനുഷ്യനും അവനെ പിടിച്ചു കെട്ടിയില്ല. എന്തുകൊണ്ടെന്നാൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനും അവനെ ഭ്രാന്തനെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അവനിൽ വഴിയായിരുന്നു. ഒരു മനുഷ്യനും അവനെതിരായി സംസാരിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ സത്യമായിരുന്നു. ജീസസ് ഈസ് ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ജീസസ് ഈസ് ദ ലൈഫ്. അവനിൽ കൂടെയാണ് നീ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത്. ലെറ്റ് മീ ടെൽ യു ദിസ് ഈവനിങ് that God wants you to show himself to you. ദൈവം നിനക്ക് വേണ്ടി ഒരു വെളിപാട് വെച്ചിരിക്കുകയാണ്. അത് യേശുവിൽ കൂടെ സ്വീകരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നീ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ, നീ ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ, നീ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവമായി തീരും. അവൻ നിന്റെ രക്ഷകനായി തീരും. അവൻ നിന്റെ വിടുതലായി തീരും. നിന്റെ ജീവിതത്തിന് രൂപാന്തരമായി തീരും. ദൈവത്തെ കണ്ടവനെ കണ്ടാൽ അറിയാം. അവന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം. അവന്റെ സ്തോത്രം കണ്ടാൽ അറിയാം. അവന്റെ ആരാധന കണ്ടാൽ അറിയാം. അവന്റെ മുഖം കണ്ടാൽ അറിയാം. അവൻ ദൈവ തേജസ്സാൽ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. ദൈവത്തെ കാണുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. തുടർന്നും ദൈവവചനം ശ്രവിക്കുവാനും വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുവാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാനും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളുടെ രോഗത്തെ ദൈവം ഇന്ന് രാത്രി സൗഖ്യമാക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് വിടുതൽ തരുമാറാകട്ടെ. നീറുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ സകലത്തിന്റെയും ഉറവിടമായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടിതാവായ ദൈവം, സകല നന്മയും ഒരു വാക്കിനാൽ സൃഷ്ടിച്ചവനായ ദൈവം നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ ഇന്ന് മാറ്റുവാൻ വിശ്വസ്തനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്ന് രാത്രി വിടുതൽ നിങ്ങളുടെ പക്കലിരിക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ പക്കലുണ്ട്. ദൈവം നിങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ജനസമൂഹം, ഒരു ദൈവസഭ തൃശ്ശൂർ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ വിടുവിക്കുന്ന രാത്രിയാണ്, അനുഗ്രഹിക്കുന്ന രാത്രിയാണ്, നന്മയെ ഒഴുക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സകല നന്മയുടെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, അഖിലാണ്ടങ്ങളുടെ സൃഷ്ടിതാവായ ദൈവമേ, ഇന്ന് തിരുവചനം കേട്ട എല്ലാ ജീവിതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, അന്ധകാരം നീങ്ങിപ്പോകട്ടെ, കെട്ടുകൾ നീങ്ങിപ്പോകട്ടെ, വേദനകൾ മാറിപ്പോകട്ടെ, ട്യൂമറുകൾ നീങ്ങിപ്പോകട്ടെ,
ബലക്ഷയങ്ങൾ നീങ്ങിപ്പോകട്ടെ, തളർച്ചകൾ മാറിപ്പോകട്ടെ, പാപത്തിന്റെ എല്ലാ ശക്തികളും കുടുംബത്തിൽ നീങ്ങിപ്പോകട്ടെ, മദ്യപാനം എന്നേക്കുമായി ഇല്ലാതായി തീരുമാറാകട്ടെ. ദൈവമേ, ഈ ജീവിതത്തെ പിശാച് കെട്ടിയടക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വിടുതൽ കൊടുക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായും നന്ദി പറയുന്നു. സകലത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തെ അറിയുവാനും, കർത്താവെ അങ്ങയുടെ പുത്രനെ സ്വീകരിക്കുവാനും, രക്ഷ അനുഭവിപ്പാനും, നിത്യജീവന്റെ പങ്കാളികളായി തീരുവാനും, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനും കൃപ തന്നാട്ടെ. സകല മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.